വയനാട്ടിൽ നിന്നും പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ശിക്ഷാ നടപടിക്ക് വിധേയരായ 2 വിദ്യാർത്ഥികൾക്കും പുനഃപ്രവേശനം നൽകിയിരിക്കുന്നു. 3 വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിൽ തിരിച്ചു കയറാനും അനുമതി കിട്ടിയിട്ടുണ്ട്. ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം റദ്ദാക്കി. ദീപക് മോഹൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, സിദ്ധാർത്ഥന് നീതി കിട്ടിയില്ല എന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം പരാതി പറയുന്ന ഘട്ടത്തിലാണ് കോടതി വിധിയുണ്ടായിട്ടും അപ്പീൽ പോകാതെ ഈ 3 വിദ്യാർത്ഥികൾക്കും തിരിച്ചു കയറാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അരുൺകുമാർ, ഇപ്പോൾ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് പ്രതിപ്പട്ടികയിലുണ്ടായിരുന്ന 2 വിദ്യാർത്ഥികൾക്ക് തിരികെ കോളേജിൽ പ്രവേശനം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം 3 വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിലേക്കും പ്രവേശനം നൽകിയിട്ടുണ്ട്. 1 വർഷം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കോളേജിൽ തിരിച്ചെടുത്തത്. 2023 വിദ്യാർത്ഥികൾക്കൊപ്പം ഇനി ഇവർക്ക് ആ ബാച്ചിനൊപ്പം വിദ്യാർത്ഥികൾക്ക് തുടരാം എന്നാണ് ഇപ്പോൾ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നടപടി വന്നിട്ടുള്ളത്. പ്രതികൾക്ക് മണ്ണുത്തിയിലും ഇത്തരത്തിൽ വെറ്റിനറി സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുണ്ട്. അവിടെയും വിദ്യാഭ്യാസം തുടരാം എന്നുള്ള രീതിയിലും കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇതിൽ ഇവർക്ക് അനുമതി നൽകിയതിനെതിരായ ഹർജി നിലവിൽ കോടതിയുടെ പരിഗണനയിലുണ്ട്. 1 വർഷം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് കോളേജിൽ പഠനത്തിന് തിരികെ കയറാനുള്ള നടപടി ഇപ്പോൾ കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതും ഒപ്പം 3 വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിൽ തിരികെ കയറാനുമുള്ള അനുമതി നൽകിയത്. അരുൺ, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ചുരുക്കത്തിൽ സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ, അതിന് പ്രേരണ നൽകിയവർക്ക് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. അവർക്ക് അതേ ബാച്ച് വിദ്യാർത്ഥികൾക്കൊപ്പം ഇരുന്ന് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതേ ഹോസ്റ്റലിൽ തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്തിരിക്കുന്നു.